നമുക്ക് നല്ലൊരു മിൽക്ക് ഫ്രൈഡ് റെസിപ്പി ആയാലോ, പാൽ പൊരിച്ചത്. ഇത് നമുക്ക് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. ആദ്യം തന്നെ ഒരു സോസ് പാനിലേക്ക്, നോൺ സ്റ്റിക്കിൻ്റെ പാൻ എടുക്കാൻ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഒരു പാനിലേക്ക് ഒരു ബൗൾ നിറച്ചും കോൺഫ്ലോർ ആണ് ഇട്ട് കൊടുത്തത്, നമ്മളെ കോൺഫ്ലോർ. അതിനുശേഷം പഞ്ചസാര, മധുരത്തിന് ആവശ്യമായുള്ള പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ ഒരു ബൗൾ നിറച്ചെടുത്തിട്ടുണ്ടെങ്കിലും അതിൻ്റെ പകുതിയെ ചേർത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ നമുക്കതിലേക്ക് വേണ്ടത് പാലാണ്. പാലും കൂടെ ഒഴിച്ചിട്ട് നമുക്കതൊന്ന് ലംസ് വരാതിരിക്കാൻ വേണ്ടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. ഈ സമയത്തൊന്നും ഞാൻ അടുപ്പിൽ തീ കൊടുത്തിട്ടില്ല, തീ ഓഫാണ്, തീ ഒന്നും കൊടുത്തിട്ടില്ല. തീ കൊടുക്കുന്നതിന് മുമ്പ് എല്ലാം കൂടെ ഒന്ന് മിക്സാക്കി വെക്കണം. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, പെട്ടെന്ന് കട്ട പിടിക്കും, നമ്മുടെ കോൺഫ്ലോർ വെന്ത് കിട്ടില്ല, പെട്ടെന്ന് കരിഞ്ഞു പോകും. അതുകൊണ്ടാണേ. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കട്ട വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, നമ്മൾ ലംസ് ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു പ്രോസസ്സ് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് ഗ്യാസ് ഓണാക്കിയിട്ട് നമ്മുടെ കൂട്ട് വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. നമ്മുടെ പാനിൽ നിന്നൊരു വിട്ട് വരുന്നൊരു പാകമുണ്ട്, ആ പാകമാണ് നമുക്കിതിന് വേണ്ടത്. നല്ല ജെല്ലി പോലെ, ഹൽവ പോലെ വരുന്നൊരു, നമ്മൾ വെള്ള ഹലുവയൊക്കെയില്ലേ, അതുപോലെ വരുവേ. അപ്പം അങ്ങനെയാണ് വേണ്ടത്. നിങ്ങൾക്ക് എൻ്റെ സൗണ്ടിൽ എന്തെങ്കിലും ഡിസ്റ്റർബൻസ് കാണുമായിരിക്കും. വീടിനകത്തിരുന്നാൽ ഷീറ്റിൻ്റെ മുകളിൽ വെള്ളം വീഴുന്ന സൗണ്ട് കാണും. ഞാനിപ്പോൾ കാറിനകത്തിരുന്നാണ് വോയിസ് കൊടുക്കുന്നത്. അപ്പോൾ കാറിനകത്താകുമ്പോൾ അറിയാമല്ലോ, ഒരു എക്ക പോലെ ഒരു അറിയാമല്ലോ, അങ്ങനെ ആയിരിക്കും എനിക്ക് ഫീൽ ആവുന്നതല്ലേ. സാരമില്ല, അഡ്ജസ്റ്റ് ചെയ്യണേ. അപ്പോൾ ഞാൻ ഇപ്പോൾ ഒരു സ്പാച്ചിൽ എടുത്തിട്ടാണ് മിക്സാക്കാൻ തുടങ്ങിയത്. അപ്പോൾ എനിക്ക് തോന്നിയത് ശരിയാവില്ലെന്ന് തോന്നിയുകൊണ്ട് ഞാൻ വിസ്ക് എടുത്തിട്ട് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി കൊടുക്കാം. പിന്നെ എപ്പോഴും നമ്മൾ ഇത് കുക്ക് ചെയ്തെടുക്കേണ്ടത് നമ്മുടെ മീഡിയം ഫ്ലെയിമിലാണേ. ഹൈയിലും ആവരുത്, തീരെ ലോയിലും ആവരുത്. അങ്ങനെ വേണം നമ്മൾ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇളക്കുന്ന സമയം നമുക്കൊരു പാട്ട് പാടിയാലോ. മന്ത്രത്താൽ പായുന്ന കുതിരയെ മാണിക്യ കയ്യാൽ തൊടാം, മന്ത്രത്താൽ പായുന്ന കുതിരയെ മാണിക്യ കയ്യാൽ തൊടാം, ഗന്ധർവൻ പാടുന്ന മതിലകമന്ദാരം പൂവിട്ട തടലിൽ, ഗന്ധർവൻ പാടുന്ന മതിലകമന്ദാരം പൂവിട്ട തടലിൽ, ഊഞ്ഞാലേ പാടാമോ, ഊഞ്ഞാലേ പാടാമോ. അപ്പോൾ ഈ സമയം നമ്മുടെ സംഭവം സെറ്റായിട്ടുണ്ട്. നമുക്ക് ചൂടോടുകൂടി തന്നെ ഒരു ഗ്ലാസ് ബൗളിലോട്ടാണ് ഞാൻ മാറ്റി കൊടുക്കുന്നത്. ഒന്ന് സെറ്റാക്കണം. ഒരു 2 മണിക്കൂർ ഇത് ഒന്ന് ചൂടാറിയ ശേഷം നമ്മൾ 2 മണിക്കൂർ ഫ്രിഡ്ജിലൊന്ന് സെറ്റാൻ വേണ്ടി വെക്കണം. അപ്പോൾ ഫ്രിഡ്ജിലോട്ട് അത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമുക്കിതിനൊരു എന്താ പറയുക, നമ്മൾ മുക്കി പൊരിക്കൊരു ബാറ്റർ തയ്യാറാക്കണം. അപ്പോൾ അതിലേക്ക് വേണ്ടത് മൈദ മാവാണ്. കുറച്ച് മൈദപ്പൊടിയും കുറച്ച് പഞ്ചസാരയും പിഞ്ച് ഉപ്പും എടുത്തിട്ടുണ്ട്. അത് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു പേസ്റ്റ് രൂപത്തിലാക്കണം. കൂടുതൽ തിക്കും അല്ല, കൂടുതൽ ലൂസും അല്ല, ആ ഒരു പരുവമാണ് നമുക്ക് വേണ്ടത്. നമുക്ക് ഇതിനും പകരം മുട്ട എടുക്കാവുന്നല്ലോ. മുട്ട ഞാൻ കൂടുതൽ വീഡിയോസിലും മുട്ടയാണ് കണ്ടിട്ടുള്ളത്. മുട്ട ഒന്ന് ബീറ്റ് ചെയ്തിട്ട് നമുക്ക് അതിനകത്ത് മുക്കിയിട്ട് നമ്മൾ ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്ത് പൊരിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ഇപ്പം ഞാൻ ഇതുപോലെ ഇവിടെ മൈദ എടുത്തതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നന്നായിട്ട് നമ്മുടെ കൂട്ട് സെറ്റായിട്ടുണ്ട്. നമ്മൾ മൈദയുടെ കൂട്ട് ഇവിടെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പാകമാണ് വേണ്ടത്. ആ സമയം നമ്മുടെ സംഭവം ഇവിടെ സെറ്റായിട്ട് വന്നിട്ടുണ്ടേ. നമുക്ക് ഒരു കട്ടിൻ ട്രൈയിലോട്ട് ഞാൻ മാറ്റി കൊടുക്കുന്നുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ്, നിങ്ങൾക്ക് മുമ്പ് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത് ട്രൈ ആക്കുന്നതിന് മുമ്പ് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടേ ഇല്ല. ഫസ്റ്റ് ടൈമാണ് ഇത് ഞാൻ ഉണ്ടാക്കുന്നത്. അതിൻ്റെ ഒരു ടെൻഷനുണ്ട്, ഇത് സെറ്റായി കാണുമോ, ഇത് ഞാൻ പിന്നെ ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുമ്പം എങ്ങനെ നല്ല സെറ്റായിട്ടിരിക്കുമോ, അല്ലെങ്കിൽ എന്താ പറയുക, സെറ്റാവാതെ നമുക്കറിയാമല്ലോ ആ ഒരു പാകമായി പോകുന്നൊക്കെ ടെൻഷനുണ്ട്. എന്തായാലും അൽഹംദുലില്ലാഹ് ഞാൻ വിചാരിച്ച പോലെ തന്നെ, വീഡിയോസിലെ കണ്ട പോലെ തന്നെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതുപോലെ കട്ടാക്കിയിരിക്കും, ഒരേ പീസായിട്ട് കണ്ടോ. ഇങ്ങനെ ജെല്ലി പോലെ ഇരിക്കും, നമ്മുടെ വെള്ള ഹൽവയില്ല, അതുപോലെ ഇരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ എല്ലാം റെഡി കട്ട് ചെയ്ത് മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കണം. ഈ സമയം നമുക്ക് എന്ത് വേണം, ഫ്ലെയിം ഓണാക്കിയിട്ട് നമുക്ക് എണ്ണ ഒന്ന് ചൂടാക്കാനായിട്ട് വെക്കണം. അപ്പോൾ നമ്മുടെ പാൻ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ആ സമയം ഞാൻ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തത്. നമ്മൾ ഓയിൽ ഒഴിച്ചു കൊടുത്ത്, നമുക്ക് ഏത് എണ്ണയാലും കുഴപ്പമില്ല. അപ്പം ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തത്. അപ്പോൾ എണ്ണ ചൂടാവുന്ന സമയം കൊണ്ട് നമുക്കിത് കോട്ട് ചെയ്തെടുക്കണ്ടേ. അപ്പോൾ നമുക്കിത് ഓരോന്നായിട്ടൊന്ന് ആദ്യമേ നമ്മുടെ മൈദയുടെ കൂട്ടിൽ ഒന്ന് ഡിപ്പ് ചെയ്യണം. ഡിപ്പ് ചെയ്തിട്ട് നേരെ നമ്മളൊരു ബ്രെഡ് ക്രംസിലോട്ട് കോട്ട് ചെയ്തെടുക്കണം. ഞാൻ ബ്രെഡ് പൊടിച്ചെടുത്തതാണേ. അപ്പോൾ നേരെ ബ്രെഡ് ക്രംസിലിട്ടൊന്ന് സ്പൂൺ വെച്ചിട്ട് ഞാൻ
കോരി ഇടുന്നുണ്ട്. എനിക്ക് സ്പൂൺ വെച്ചിരുന്നതിൽ അങ്ങോട്ടൊരു മനസ്സംതൃപ്തിയില്ല. നമുക്കെപ്പോഴും നമ്മുടെ കൈയാണല്ലോ ഒരു ബാലൻസ്. അതുകൊണ്ട് ഞാൻ സ്പൂൺ മാറ്റിയിട്ട് കൈ കൊണ്ടൊന്ന് കോട്ടാക്കി എടുക്കുന്നുണ്ട്. മനസ്സിൽ ടെൻഷനുണ്ട്, സംഭവം ഫ്ലോപ്പായി പോവുമോ, ഇളകി പോകുമോ എന്നൊക്കെ ടെൻഷൻ്റെ ഉള്ളിലിങ്ങനെ ഉണ്ട് കേട്ടോ. എന്തായാലും സംഭവം സെറ്റായി എനിക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് അതുപോലെ തന്നെ ബാക്കിയെല്ലാം ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കണം. അപ്പം ഞാൻ വീണ്ടും ഇതുപോലെ തന്നെ അറിയാമല്ലോ, നോർമലി നമ്മൾ വീണ്ടും ഒന്ന് ഡിപ്പ് ചെയ്ത് മൈദ കോട്ടിങ്ങിൽ ഡിപ്പ് ചെയ്യുന്നു. നേരെ നമ്മൾ ബ്രെഡ് ക്രംസിലിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കുന്നു. അപ്പോൾ നമുക്ക് ഇതുപോലെ എല്ലാം ഒന്ന് ചെയ്തെടുക്കണം. വളരെ സിമ്പിളാണ് ഉണ്ടാക്കുക. ഫസ്റ്റ് ടൈം നമുക്ക് ഈ പാൽ പൊരിച്ചത് നിൽക്കുമ്പോൾ എന്താ സംഭവം എന്നറിയാതെ ഇങ്ങനെ അറിയാമല്ലോ, അതിന് വീഡിയോസൊക്കെ എടുത്ത് ഇതായിരുന്നു സംഭവം എന്ന് വിചാരിച്ച് ഉണ്ടാക്കി നോക്കണമെന്നൊക്കെ വിചാരിച്ചു. പക്ഷേ മടിയാണ്. ഇതാകുമ്പോൾ ഒരു വീഡിയോ ആവും, കഴിക്കുകയും ചെയ്യാം, നിങ്ങളെ കാണിക്കുകയും ചെയ്യാം അല്ലേ. അറിയാവുന്ന ഒരുപാട് പേരുണ്ടായിരിക്കും. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ സംഭവം കാണുന്നത്. അപ്പോൾ ഞാൻ എല്ലാം ഇതുപോലെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ എണ്ണ ഇപ്പോൾ നന്നായിട്ട് ചൂടായി കിടക്കുകയാണ്. ആ എണ്ണയിലോട്ട് നമ്മൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഫ്രൈ ആക്കുകയെന്ന് വെച്ചാൽ ഒരു ഗോൾഡൻ കളറ് വരണം. നമ്മുടെ പാൽ പൊരിച്ചെടുക്കുന്നതിന് ഒരു ഗോൾഡൻ കളറാണ് വേണ്ടത്. അതാണ് കാണാനൊരു ഭംഗിയും. അപ്പോൾ നമ്മളിതുപോലെ ഒന്ന് കളർ മാറുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. പിന്നെ എൻ്റെ ഗ്യാസ് സ്റ്റവിൻ്റെ പ്രശ്നം അറിയാമല്ലോ, ഒരു സൈഡ് ഇങ്ങനെ ഹൈ ഫ്ലെയിം വന്നുകൊണ്ടേ ഇരിക്കും, ഇപ്പുറത്തെ സൈഡിൽ ഇച്ചിരി ചെറിയൊരു ചൂട് പോലെ വരത്തുള്ളൂ. എന്താണെന്ന് അറിയില്ല, അടുപ്പ് കംപ്ലൈൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ഞാൻ തിരിച്ചിടുന്നുണ്ട്. അപ്പോൾ നല്ല ഹൈ ഫ്ലെയിമുള്ള ഭാഗത്ത് നമ്മുടെ സംഭവങ്ങളൊക്കെ സെറ്റായിട്ട് കളർ ചേഞ്ച് ആയിട്ട് വന്നിട്ടുണ്ട്, കണ്ടില്ലേ. അപ്പോൾ ഇതുപോലെ അപ്പോൾ നമുക്കിതെല്ലാം സെറ്റായി വന്നിട്ടുണ്ട്. ഈ ഒരു കളറാണ് വേണ്ടത്. അപ്പോൾ നമുക്കിത് കോരി മാറ്റാം. കോരി ഒരു പാത്രത്തിലോട്ട് മാറ്റാം. ഇത് കഴിക്കാമെന്ന് വെച്ചാൽ എന്താ പറയുക, പുറം നല്ല ക്രിസ്പി, അകം നല്ല എന്താ പറയുക ജെല്ല് ആ ഒരു ഫീലില്ല, ആ ഒരു ജെല്ല് പോലെ ഇരിക്കും. സംഭവം സെറ്റാണ് കേട്ടോ, സൂപ്പറാണ് കേട്ടോ, എനിക്കിഷ്ടമായി. അപ്പോൾ നമ്മൾ കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടമാവും കേട്ടോ, എല്ലാവർക്കും ഇഷ്ടമാവും. മധുരം ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇഷ്ടമാവുന്നൊരു സംഭവമാണ്. അപ്പോൾ പുറം നല്ല ക്രിസ്പി, നല്ല കറുമുറായിരിക്കും സംഭവം. പുറത്ത് നല്ല കറുമുറാന്നിരിക്കും, അകത്ത് നല്ല സോഫ്റ്റും ആയിരിക്കും. സംഭവം കൊള്ളാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ആക്കി നോക്കണം. വളരെ എളുപ്പമല്ലേ തയ്യാറാക്കാനായിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്, ബൈ.